നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വലിയ ബിസിനസ് ഗ്രൂപ്പ് ആണെന്നും മുതലാളിയാണെന്നും ഒക്കെ അങ്ങ് തട്ടിവിടും. എന്തോ എനിക്കറിഞ്ഞൂടാ. അവന്റെ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞു. മാധവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ആ, അങ്ങനെ തന്നെയാ പറഞ്ഞ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. അച്ഛാ, മാധവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട് അച്ഛാ. റിസോർട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ കൺസ്ട്രക്ഷനും ഉണ്ട്. കടയിൽ വന്ന പയ്യന്റെ പേരെന്താ അച്ഛാ? ഒരു സന്ദീപ്. കമ്പനി സിഇഒയുടെ പേര് സന്ദീപ് എന്നാ. ദേ ഫോട്ടോയുണ്ട്. അച്ഛനും നോക്കിയേ, ഇയാളാണോ വന്നതെന്ന്. ഈ പയ്യൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കള്ളത്തരൊന്നുമില്ല, പാവ. നോക്കട്ടെ. അവൻ എന്തിനാ ദേവൂട്ടിയെ കാണാൻ വന്നെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല, പക്ഷെ ദേവൂട്ടി അവന്റെ ജീവൻ രക്ഷിച്ചെന്ന്. അങ്ങനെ സ്വന്തം ജീവൻ രക്ഷിച്ച ആൾക്ക് നന്ദി പറയാൻ വന്ന അത്രേ. എന്തായാലും ദേവൂട്ടിയുടെ ഒരു ബഹുമാനവും ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. എന്തിഷ്ടം? ഇഷ്ടത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്തോ. അയാളുടെ മനസ്സിൽ തോന്നിയ ഇഷ്ടത്തിന് എന്തർത്ഥമുള്ളതെന്ന് ഞാനെങ്ങനെ പറയാ? ചേടാ, സാർ ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? നല്ല ആളാ. സാറേ, സാറ് നല്ല ആളാ. ഒന്നും പറയാതെ മുങ്ങിക്കളഞ്ഞല്ലേ. ഇന്നലെ എവിടെയാ കിടന്നത്? മൂകാംബികയുടെ സന്നിധിയിൽ വന്നാല് മുറിയിൽ ഉറങ്ങാൻ പാടില്ല ദേവി. കുടജാതിയുടെ ഓരത്ത് മാനം നോക്കി കിടക്കുന്ന സുഖമുണ്ടല്ലോ, അത് മറ്റെങ്ങും കിട്ടില്ല ദേവി. നോക്കട്ടെ. സാറേ, സാറിന് മുറി ബുക്ക് ചെയ്തിട്ട് അന്നേരം മുതൽ വിളിക്കാണ് ഞാൻ. ഫോൺ ബില്ലടിക്കുന്നു, പക്ഷെ എവിടെ എടുക്കാൻ? ഫോണ് ബാഗിൽ വെച്ചു, ബാഗ് കൊണ്ടുപോയി ക്ലോക്ക് റൂമിലും വെച്ചു. അതുകൊണ്ട് സ്വസ്ഥം. മൂകാംബിക അമ്മയുടെ ഉൾവിളി അല്ലാതെ വേറൊരു വിളിയെ അലട്ടില്ല. ആരുടെ വിളിയും കേൾക്കേണ്ടി വരുന്നില്ല. സാറേ, സാറിനെ പോലൊരു ജന്മം അത് അപൂർവമാണ് സാറേ. ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അകത്ത് കണ്ടാൽ പരമഭക്തൻ, തിരുനട വിട്ട് പുറത്തു വന്ന പിന്നെ 100 കൂട്ടം കാര്യങ്ങളാ. നമ്മൾ നമ്മുടെ വഴിയെ സഞ്ചരിക്കും. മറ്റുള്ളവരുടെ വഴികള് നമ്മളെ സ്വാധീനിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇവിടെ ആദ്യം വന്നത് മുതൽ എന്നെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾ. ഇന്നലെ എനിക്കതിന് ഉത്തരം കിട്ടി. ഇനി പിന്നോട്ടില്ല. എന്ത് പ്രശ്നങ്ങൾക്കാണ് ഉത്തരവെന്ന് പറഞ്ഞില്ല? പറയാം, പക്ഷെ ഇപ്പോഴല്ല. ചില കാര്യങ്ങൾ കൂടി ശരിയാവാനുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് പറയാം. ഓ മതിയേ. സാറിന് എപ്പോഴാണോ പറയാൻ തോന്നുന്നത് അപ്പൊ പറഞ്ഞാൽ മതി. ആ അതെ, ഇപ്പൊ തിരക്കൽപ്പം കുറവുണ്ട്. നമുക്ക് തൊഴുതിട്ട് പോയാലോ? എന്നാ പിന്നെ വാ. സുരേന്ദ്രൻ കണ്ടായിരുന്നോ? എന്താ കുമാരേട്ടാ? ആ ചെക്കനില്ലേ, ഇന്നലെ വന്ന ആ തിരുവനന്തപുരത്തുകാരൻ ചെക്കൻ. അവൻ ആ ദേവിയുടെ നടയിലുണ്ട്. കൂടെ ആ രവിയും ഉണ്ട്.
ഏത് രവി? ആ പന്തലിന്റെ കോൺട്രാക്ട് ഒക്കെ എടുത്ത് നടത്തുന്ന രവിയില്ലേ, ഇന്ദുമതിയുടെ ഒരു അകന്ന ബന്ധു. ആ രവി, ഇതുങ്ങളെ കൊണ്ട് തോറ്റു. എന്തു പറ്റി? വീട്ടിലൊക്കെ ആവശ്യത്തിന് സൗകര്യങ്ങൾ കാണും. അതിന്റെ അഹങ്കാരവും കൊണ്ട് അന്യ നാട്ടിൽ വന്ന് നെകളിപ്പും. പക്ഷെ കുമാരേട്ടാ,